ഭഗവതി, എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ. എന്റെ ഈശ്വര, കാത്തോണേ ഭഗവതി എന്റെ കുഞ്ഞിനെ. സാർ, ഞാനത് സാരമില്ല, ഒരു കൈവത്തൊക്കെ ആർക്കും പറ്റും. പക്ഷെ താൻ പിന്മാറരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശരി സാർ. തന്നെ എനിക്ക് വിശ്വാസമാണ്. ഒറ്റ സെക്കൻഡ് വ്യത്യാസത്തിലാണ് സാർ അവൻ രക്ഷപ്പെട്ടത്. അവൾക്കൊന്നും പറ്റിയതുമില്ല. അവൾക്കോ? ഇടോ, കൊല്ലേണ്ടത് അവനെ മാത്രം. താൻ എന്ത് വിവരക്കേട കാണിച്ചേ? താനൊക്കെ എവിടുത്തെ കൊട്ടേഷൻകാരനാടോ? അവളെ എനിക്ക് ജീവനോടെ വേണമെന്ന് 1000 തവണ തന്നോട് ഞാൻ പറഞ്ഞതാ. സോറി സാർ. എന്തോന്ന് സോറി? ഒരു കാര്യം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ശ്രദ്ധിക്കാം സാർ. ഏതായാലും ഇന്ന് നടക്കാൻ ഞാൻ നന്നായി. അവൻ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. അവൻ ഇല്ലാതാവണം. അവൾ ജീവനോടെ എന്റെ കയ്യിൽ തിരികെ എത്തണം. പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. എന്നാ ഇനി കാര്യം കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചാൽ മതി. തന്നെ കൊണ്ടതിന് പറ്റില്ലെങ്കിൽ ഇനി മേലാൽ എന്നെ വിളിക്കരുത്. കൊട്ടേഷനായിരുന്നു അല്ലേ? നിങ്ങൾ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ ശ്രീനി? 2 ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണ്. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, തന്നെയും കൊന്ന് ഞാനും ചാവും. നീ എന്നെ കൊല്ലില്ല, നീയും മരിക്കില്ല. മരിക്കാൻ പോകുന്നത് അവനും അവളുടെ വയറ്റിൽ കിടക്കുന്ന നശിച്ച ജന്തുവാ. ജനിക്കും മുമ്പ് പാപിയായ വിത്തും അതിനെ സംരക്ഷിക്കാൻ നടക്കുന്ന അവനും ഈ ഭൂമിക്ക് വേണ്ട. കാണാൻ ഞാനുണ്ടാവും, നീയും ഉണ്ടാവണം. എത്രയേട്ടാ? 50. 50? അതെ, തൽക്കാലം മുത്തശ്ശിയോടൊന്നും പറയാൻ നിൽക്കണ്ട. അതിനാര് പറയുന്നു? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അമ്മ വിശ്വസിക്കാൻ പോവാന്നോ? എന്നോട് പറയാതെ രണ്ടും കൂടെ എവിടെ പോയതാടി? ഞങ്ങളൊന്ന് അമ്പലം വരെ. അയ്യോ, എന്ന് തുടങ്ങി ഈ ശീലമൊക്കെ? ഉത്സവത്തിനും പൊങ്കാലയ്ക്കും ഒക്കെ ആള് കളിക്കാൻ പോയാണല്ലോ ശീലം. അതുകൊണ്ട് ചോദിച്ചതാണേ. വാ ചേച്ചി. അല്ല, ആമ ചേച്ചി അതിന് പറയാതിരിക്കോ? നോക്കാം. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല സിനിമയ്ക്കും ഒക്കെ പോയി വൈകി വരുള്ളൂ. അതിനിപ്പോ ഇവിടെ കൊള്ളാവുന്ന സിനിമയൊന്നും ഓടുന്നില്ലല്ലോ. ആഹാ, അപ്പോഴേക്കും ഇങ്ങ് എത്തിയോ? പണി അടുക്കളയിലാണേലും അവളുടെ ചെവി ഉമ്മറത്താ. നാട് തണ്ടാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരുത്തി അസ്ഥാനത്ത് വന്ന് കേറിക്കോളും. ശകനപ്പഴ നിന്നെയൊക്കെ പറഞ്ഞു വിടേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അതെ, ഞാൻ ശകുനപ്പഴ. ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും. പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത് പറയും. നിനക്ക് എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത്? ഈ വിവാഹം നടക്കാൻ പാടില്ല. മുത്തശ്ശി, മിണ്ടിപ്പോകരുത്. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഞാൻ മരിച്ച് മണ്ണടിഞ്ഞിട്ട് മതി ചെമ്പകശ്ശേരിയിൽ വേറൊരാൾ അധികാരം സ്ഥാപിക്കാൻ. ചേച്ചി, ഇനി ആർക്കൂടെ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്.
ഈ വിവാഹം നടക്കാൻ പാടില്ല. ആമേ, ജോത്സ്യൻ കുറിപ്പിനെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. അയാൾ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. നിങ്ങൾ ഇതൊന്നും കേട്ട് തളരണ്ട. മുത്തശ്ശി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം മുത്തശ്ശി നടത്തിയിരിക്കും. മുത്തശ്ശി ഇപ്പൊ ജീവിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാ. ആദ്യമോൻ എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അടുത്ത നിമിഷം ഈ ജന്മം ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അല്ല മുത്തശ്ശി, എല്ലാരും പറയല്ലേ ഈ വിവാഹം നടന്ന മണ്ണാങ്കട്ട. എടാ, നിനക്ക് ഇവിടെ ഇഷ്ടമാണോ? ചോദിച്ചു കേട്ടില്ലടാ, നിനക്ക് ഇവിടെ ഇഷ്ടമാണോന്ന്? എന്തോന്ന് വാ തുറന്ന് കാര്യം പറയടാ. ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ട. നിനക്കോ? എന്താടി ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് എന്റെ ആദ്യമോനെ ഇഷ്ടമാണോന്ന്? ഇഷ്ട. മതി, മുത്തശ്ശിക്ക് ഇത് കേട്ടാ മതി. എവിടെ നിങ്ങൾ കൊണ്ടുവന്ന തുണികളൊക്കെ കാണട്ടെ, കാണട്ടെ. എടുക്ക് കാണട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പൂജമോളുടെ സെലക്ഷൻ അപാരം. തീർന്നിട്ടില്ല, സെലക്ഷനൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ നമുക്ക് ഉടനെ തന്നെ പോണം. റെഡി ആയിട്ടിരുന്നു രണ്ടാളും. സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് അവനെ കൊല്ലാനാ മുത്തശ്ശിയുടെ ഉദ്ദേശം അല്ലേ? മനസ്സിലായില്ല. കുറുപ്പ് ജോത്സ്യം പറഞ്ഞ അച്ചട്ടാണെന്നല്ലേ മുത്തശ്ശി മുമ്പ് പറഞ്ഞിരുന്നത്? ഇപ്പൊ പിന്നെ ആ അഭിപ്രായം എങ്ങനെ മാറി? അനുഭവങ്ങൾ കൊണ്ട് മാറി. മനസ്സിലായില്ല. നീ മറന്നാലും ഞാൻ മറക്കാത്തൊരു രാത്രിയുണ്ട്. ഉമാദത്തനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ച് നീ ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞ് തളർന്ന ഒരു രാത്രി. അന്ന് ഞാൻ പോയത് 2 സ്ഥലങ്ങളിലേക്കാ. ഒന്ന് ദത്തന്റെ വീട്ടിലേക്കും പിന്നെ ജാതകക്കുറിപ്പ് വാങ്ങിക്കൊണ്ട് ഇപ്പൊ നീ പറഞ്ഞ കുറുപ്പ് ജോത്സ്യന്റെ വീട്ടിലേക്കും. അന്ന് നിങ്ങളുടെ തലക്കുറി ഒത്തുനോക്കി ഇതേ ജോത്സ്യൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലെന്ന്. ദീർഘമാംഗല്യ വിഘ്നവും വൈധവ്യവും ഉണ്ടാകുമെന്ന്. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നീ സമ്മതിച്ചു തരില്ല. നിന്റെ സങ്കടം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണു അടച്ച് നിനക്ക് കൂട്ടുനിന്നു. പക്ഷേ നീയാണ് ശരിയെന്ന് കാലം തെളിയിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ലല്ലോ. നീയും ദത്തനും ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? പക്ഷേ അതിനുവേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടായിരുന്നു. നീ അറിയാതെ ഒരുപാട് അമ്പലങ്ങള് ഞാൻ കയറിയിറങ്ങി. കഠിനമായ എത്രയോ വ്രതങ്ങൾ നോറ്റു. കഴിച്ച വഴിപാടുകൾക്ക് കയ്യും കണക്കുമില്ല. ആദിമോന്റെ കാര്യത്തിലും എന്റെ തീരുമാനം അതുതന്നെയാ. എന്റെ ജീവൻ സമർപ്പിച്ചിട്ടാണെങ്കിൽ കൂടിയും അവർക്ക് എന്തെങ്കിലും ജാതകദോഷം ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയെടുക്കും. നിന്റെ സ്വപ്നം ഞാൻ നടത്തി തന്നതുപോലെ അവന്റെ സ്വപ്നവും എനിക്ക് നടത്തി കൊടുക്കണ്ടേ ആമേ?